ഇവിടെ ഒറ്റാനെ കണ്ടെത്തുക, കൂട്ടത്തിൽപ്പെടാത്തതെന്നൊക്കെയാണ് ഉള്ള ചോദ്യമാണിത്. ഇവിടെ LMOQ ABC ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്തുവാന്ന് നോക്കാം. ABCDEEF ഇതെല്ലാം ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ്. MNO N വിട്ടെഴുതി, OP വിട്ട് Q എഴുതി, Q കഴിഞ്ഞിട്ട് R വിട്ടിട്ട് S എഴുതി, ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ് MOQS. അടുത്തതുപോലെ ABCD എക്സെട്ര XYZ കഴിഞ്ഞാൽ പിന്നെ A മുതലാണ് തുടങ്ങുന്നത്. XYZ കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ഇല്ലല്ലോ, അതുകൊണ്ട് A മുതലാണ് തുടങ്ങുന്നത്. W കഴിഞ്ഞ് X വിട്ടിട്ട് Y എഴുതി, YZ വിട്ടിട്ട് പിന്നെ അടുത്ത ആദ്യം വീണ്ടും തുടങ്ങണം A, അടുത്ത അക്ഷരം എഴുതി. B വിട്ടിട്ട് C എഴുതി. ഇതെല്ലാം ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ്, ഇത് മൂന്നും. ഇത് മാത്രം അങ്ങനെയല്ല, LM തൊട്ടടുത്ത അക്ഷരം വന്നു. OQ അതൊന്നും ഒരു ഓർഡറില്ലാതെ അത് വന്നേക്കുന്നത്, ബാക്കിയെല്ലാം ഒന്നിട വിട്ടുള്ള അക്ഷരങ്ങളാണ്. ഇതാണ് ഉത്തരം. പേന, പേപ്പർ, ബ്രഷ്, പെൻസിൽ. പേപ്പറിൽ എഴുതാൻ ഉപയോഗിക്കുന്നത്, ബ്രഷ് ബ്രഷ് ചെയ്യാൻ, പെയിൻറ്റ് ചെയ്യാൻ, പെൻസിൽ എഴുതാൻ. ഇതെല്ലാം പേപ്പറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പേപ്പറാണ് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. മറ്റേ പേപ്പറിൽ എഴുതാനും വരയ്ക്കാനും കളർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതെല്ലാം. ഇവിടെ 25 5ൻ്റെ വർഗ്ഗമാണ്, 625 25ൻ്റെ വർഗ്ഗമാണ്, 225 15ൻ്റെ വർഗ്ഗമാണ്. 15ൻ്റെ ഈ 425 മാത്രം പൂർണ്ണവർഗ്ഗമല്ല, ബാക്കിയെല്ലാം പൂർണ്ണവർഗ്ഗമാണ്. ഓരോന്നിൻ്റെ വർഗ്ഗമാണ്. 25 5ൻ്റെ വർഗ്ഗമാണ്, 625 25ൻ്റെ സ്ക്വയറാണ്, 225 15ൻ്റെ സ്ക്വയറാണ്, 425 ഇത്ര. ഇവിടെ വ്യത്യസ്തമായത് ഏത്? സമേതരം, ത്രികോണം, ചതുരം, ചതുരസ്തംഭം. ഇവിടെ ചതുരസ്തംഭമാണ് ഉത്തരം. ഇത് മാത്രം സ്തംഭത്തിൽ പെടുന്നതാണ്, ബാക്കിയൊന്നും ഇത് മാത്രമാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ബാക്കി ത്രികോണവും സമേതരവും ചതുരവും ഒക്കെ ഇതിൽ പെടുന്നില്ല, സ്തംഭത്തിൽ പെടുന്നില്ല.